എല്ലാ കൂട്ടുകാരെയും വീണ്ടും സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരാഴ്ച കൂടെ ദൈവം നമുക്ക് സൺഡേ സ്കൂൾ പഠിക്കാൻ അവസരം തരുന്നുവല്ലോ. കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്, ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതൊക്കെ പുസ്തകങ്ങളെക്കുറിച്ചാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ചിലരുടെയൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. കൊരിന്ത്യർ ലേഖനം അല്ലേ, 1ഉം 2ഉം ലേഖനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർമാനമായിട്ടുള്ള പുസ്തകങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ പോകുകയാണ്. ഇന്നും നമ്മൾ 2 പുസ്തകങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൊരിന്ത്യർ ലേഖനത്തിന് ശേഷം അടുത്തു വരുന്ന പുസ്തകം ഏതാണ് പുതിയ നിയമത്തിൽ? അതെ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം. പേര് പോലെ തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ, ഗലാത്യ സഭയ്ക്ക് വേണ്ടി എഴുതിയ ഒരു ലേഖനമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 6 അധ്യായങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത്. 149 വാക്യങ്ങളും ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ഈ ലേഖനം ആരാണ് എഴുതിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ലേഖനങ്ങളിൽ കൂടുതലും എഴുതിയ പൗലോസാണ് ഈ ലേഖനവും എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഗലാത്യ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ലേഖനങ്ങളിലെ 4ാമത്തെ ലേഖനമായും പുതിയ നിയമത്തിലെ 9ാമത്തെ പുസ്തകമായിട്ടാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലേഖനം എഴുത്തിൻ്റെ കാലഘട്ടം, എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഇത് AD 49 എഴുതിയെന്നും മറ്റു ചിലർ ഇത് AD 55 എഴുതിയെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ 2 ചിന്തകളും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട്. ചിലരുടെ അഭിപ്രായത്തിൽ ഇത് 49 എഴുതിയെന്നും ചിലരുടെ അഭിപ്രായത്തിൽ ഇത് 55 എഴുതിയെന്നും പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് AD 49 AD 55 ഇടയിലാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം പൗലോസിനാൽ രചിക്കപ്പെട്ടത് എന്നുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, കീവേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ വാക്യം ഏതാണെന്നറിയാമോ? അതിൻ്റെ 2ാം അധ്യായത്തിലെ 20-21 വാക്യമാണ്. ഗലാത്യ ലേഖനം 2ന്റെ 20-21 വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ കൂട്ടുകാർക്കെല്ലാം അറിയാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാകാം, പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാകാം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തുവാണ് എന്ന് പറയുന്ന ഒരു ഭാഗം. അത് ഗലാത്യ സഭയോട് പൗലോസ് പറയുന്ന ഒരു വാക്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ ലേഖനത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ബന്ധനങ്ങളിൽ നിന്നും ബന്ധനങ്ങളെ മോചിപ്പിച്ച് വിടുതൽ നൽകുന്ന കർത്താവായിട്ടാണ്. അതിൻ്റെ ചില വാക്യങ്ങൾ നമുക്കറിയാം അല്ലേ. 5ാം അധ്യായത്തിൻ്റെ 1ാം വാക്യം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പോൾ അതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നത്. ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന യേശു കർത്താവ്. അപ്പോൾ അതാണ് ഇതിനകത്ത് യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ലേഖനം എഴുതാൻ ഇടയായിത്തീർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗലാത്യ സഭയോട് ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം അഥവാ ക്രിസ്തീയ സ്വാതന്ത്ര്യം അത് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5ാം അധ്യായത്തിൽ നിങ്ങൾ ഇനിയും അടിമമുഖത്തിൽ കുലുങ്ങാതെ ആ കിട്ടിയ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണമെന്നും അത് ക്രിസ്തുവിനാൽ ലഭിച്ചതാണെന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ വീണ്ടും നമ്മൾ 5ാം അധ്യായത്തിൽ തന്നെ കാണുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ അടിമപ്പെട്ടു പോകാൻ പാടില്ല, പകരം ആത്മാവിൻ്റെ ഫലം നമ്മളുണ്ടാകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെത്തുക അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നത്, നിങ്ങൾ എന്താണ്, നിങ്ങൾ സ്വതന്ത്രരാണിപ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീഡമുണ്ട്, ലിബർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്വതന്ത്രരായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരണം. ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത്
ക്രിസ്തുവിലൂടെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു നമുക്ക് നൽകിയതാണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഗലാത്യ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം. അപ്പോൾ 6 അധ്യായങ്ങളിൽ 149 വാക്യങ്ങളായി പൗലോസിനാൽ രചിക്കപ്പെട്ട ഗലാത്യ സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്, ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇത് എഴുതപ്പെട്ട കാലഘട്ടം 49-നും 55-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട വാക്യം ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമായും ക്രിസ്തീയ സ്വാതന്ത്ര്യം ഗലാത്യ സഭയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അപ്പോൾ കൂട്ടുകാർക്ക് ഗലാത്യ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നേരത്തെ പഠിച്ചതിനോടൊപ്പം ഇതും കൂടെ നമ്മളൊന്ന് ചേർത്ത് വെക്കുകയാണ്. അടുത്ത് നമ്മൾ വീണ്ടും ഒരു പുസ്തകം കൂടെ ഇന്ന് പരിചയപ്പെടുന്നു. 9 പുസ്തകങ്ങൾ, പുതിയ നിയമത്തിലെ 9 പുസ്തകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത 10ാമത്തെ പുസ്തകത്തിലേക്ക് പോവുകയാണ്. അടുത്തതും ഒരു ലേഖനം തന്നെയാണ്. അതായത് 5ാമത്തെ ലേഖനം, പുതിയ നിയമത്തിലെ 5ാമത്തെ ലേഖനമാണത്. ഏതാണെന്ന് പറയാമോ? എഫ്യൂസിയർക്ക് എഴുതിയ ലേഖനം, അഥവാ എപ്പിസ്റ്റൽ ടു എഫ്യൂഷ്യൻസ്. അപ്പോൾ എഫ്യൂസ്യ ലേഖനം, അതിനകത്തും നമുക്ക് 6 അധ്യായങ്ങളാണ് കാണാൻ കഴിയുന്നത്. 6 അധ്യായങ്ങളാൽ 155 വാക്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 155 വാക്യങ്ങളുള്ള ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം. AD 60-61 കാലഘട്ടങ്ങളിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടതെന്ന് ചിന്തിക്കുന്നു. ആരാണ് ഈ ലേഖനം എഴുതിയത്? സംശയമില്ല, പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ പോലെ എഫെസ്യയിലുള്ള, അല്ലെങ്കിൽ എഫെസോസിലുള്ള സഭയ്ക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ ലേഖനത്തിൻ്റെ കീവേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ 2-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യമാണ്. ആ വാക്യം നിങ്ങൾക്കറിയാമോ? ആ വാക്യവും നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ചർച്ചകളിലെ പ്രസംഗങ്ങളിൽ നമ്മൾ ആ വാക്യം കേട്ടിട്ടുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ തീർച്ചയായും നമ്മുടെ രക്ഷയെക്കുറിച്ച് വളരെ പ്രതിപാദിക്കുന്ന ഒരു ലേഖനമാണ് ഈ ലേഖനം. അപ്പോൾ ഈ ലേഖനത്തിൻ്റെ പ്രധാന വാക്യം രക്ഷയെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി. ഈ ലേഖനം എഴുതിയത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഫെസോസിലെ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയാണെന്നും നമുക്ക് മനസ്സിലായി. ഇനി എന്തുകൊണ്ടാണ് ഈ ലേഖനം പൗലോസ് എഴുതിയെന്നറിയാമോ? എന്താണ് അതിൻ്റെ പിന്നിലെ താല്പര്യം, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ്? ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ പിന്നിലുണ്ട്. അന്ന് എഫെസോസ് സഭയിൽ നിലനിന്നിരുന്ന കുറേയേറെ തെറ്റായ പഠിപ്പിക്കലുകളുണ്ടായിരുന്നു. ഹെററ്റിക്കൽ ടീച്ചിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന തെറ്റായ പഠിപ്പിക്കലുകൾക്കെതിരെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നതിനും സഭയെ കൃത്യമായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. ഒത്തിരി കാര്യങ്ങൾ അന്ന് നിലവിലുണ്ടായിരുന്നു. നമ്മൾ കൊരിന്ത്യ സഭയെക്കുറിച്ച് പഠിച്ചപ്പോൾ അവിടുത്തെ പട്ടണത്തെക്കുറിച്ച് കേട്ടതുപോലെ തന്നെയാണ് ഈ എഫെസോസ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എഫെസോസിൽ പ്രധാനമായിട്ട് ഒരു ക്ഷേത്രമൊക്കെ ഉള്ളതായിട്ട് ഒരുപക്ഷെ നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും, ഒരു ദേവിയുടെ ക്ഷേത്രം. അപ്പോൾ അതൊക്കെ അന്ന് നിലനിന്നിരുന്ന ചില ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഭാഗങ്ങളും വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ ഈ സഭയിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പല തെറ്റായ പഠിപ്പിക്കലുകളും സഭയിലേക്ക് കൊണ്ടുവരികയും പല ആളുകളും അത് ശരിയാണെന്ന് ചിന്തിക്കുകയും പലരും അതിൻ്റെ പിന്നാലെയൊക്കെ പോകാൻ തുടങ്ങി എന്ന് പൗലോസ് ഗ്രഹിച്ചപ്പോൾ, തിരിച്ചറിഞ്ഞപ്പോഴാണ് ഈ ലേഖനത്തിലൂടെ അതിന് എതിരെ കൃത്യമായിട്ടുള്ള തക്കതായ ഒരു തിരുത്തൽ വരുത്തുവാൻ പൗലോസ് ഈ ലേഖനം എഴുതിയത്. പ്രധാനമായിട്ടും അന്ന് ജനം മനസ്സിലാക്കി അല്ലെങ്കിൽ വിശ്വസിക്കുന്നൊരു കാര്യം, ഈ അനുഗ്രഹം, ഭൗതികമായ അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ കിട്ടുന്നതിന് മറ്റു പല വഴികളുണ്ട്, ഈ പറഞ്ഞതുപോലെ മറ്റു വിശ്വാസങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചിന്തയുണ്ടായിരുന്നു. പക്ഷേ പൗലോസ് എഫെസ്യ ലേഖനത്തിലൂടെ പറയുന്നത്, അല്ലെങ്കിൽ ജനത്തോട് സംസാരിക്കുന്നത് ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹത്തെ പറ്റിയാണ്. അത് ഈ ഭൂമിയിലെ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ തീരുന്ന അനുഗ്രഹങ്ങളല്ല, ഭൂമിയിൽ നിന്ന് നമ്മുടെ ഈ ലോക ജീവിതം കഴിഞ്ഞ് നമ്മൾ നിത്യത എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് ചെന്നാലും നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കൂടെ ചേർത്താണ്. അപ്പോൾ അതാണ് എഫെസ്യ ലേഖനത്തിൽ പൗലോസ് ഈ സഭയോട്
പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് എഫെസ്യ ലേഖനത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ 2 ലേഖനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. എഫെസ്യ ലേഖനത്തിൽ നാം കണ്ടത് ഈ ലേഖനം 6 അധ്യായങ്ങളുണ്ട്, 155 വാക്യങ്ങളുണ്ട്. 60-61 കാലഘട്ടത്തിൽ ഇത് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അന്നുണ്ടായിരുന്ന തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങൾക്കും എതിരെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നതിനും ജനങ്ങളെ നേരായ വഴിയിൽ നടത്തുന്നതിനും വേണ്ടിയായിരുന്നു. അപ്പോൾ തീർച്ചയായും ഈ 2 ലേഖനങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു ചുരുക്കം നമുക്ക് മനസ്സിലായി. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട 2 ലേഖനങ്ങളാണ്. തീർച്ചയായും നമുക്കറിയാം, ഇന്നും നമ്മുടെ സഭകളിൽ ഈ ലേഖനങ്ങൾ വായിക്കുകയും അതിലെ ഭാഗങ്ങൾ വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? അതിലെ പല സന്ദേശങ്ങളും ഇന്നത്തെ നമ്മുടെ സഭയ്ക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലേഖനങ്ങളാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വീണ്ടും ഈ ലേഖനങ്ങൾ വായിക്കുക, അതിനകത്തുനിന്നുള്ള ആശയങ്ങൾ പ്രസംഗങ്ങളിലൂടെ കേൾക്കുമ്പോൾ ഉൾക്കൊള്ളുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. കൂട്ടുകാർ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ മുൻപിലെ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ലേഖനങ്ങളിൽ നിന്നും ഓരോ പുസ്തകങ്ങളിൽ നിന്നും ഓരോ പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. അത് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇന്ന് 2 വാക്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ 2 വാക്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരാഴ്ചക്കിടയിൽ 2 ദിവസങ്ങളായിട്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒന്നാമത് പറഞ്ഞ വാക്യം ഏതായിരുന്നു? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-21 വാക്യം. രണ്ടാമത് പറഞ്ഞത് എഫെസ്യ ലേഖനം, അതിൻ്റെയും 2-ാം അധ്യായമാണ്. അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യം. ചെറിയ വാക്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുക. 2-3 വാക്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയത് വലുതാണെന്ന് തോന്നരുത്. വളരെ ചെറിയ വാക്യങ്ങളാണ്. അപ്പോൾ കൂട്ടുകാരത് കൃത്യമായും രേഖപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുന്നതാണ്. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരു ആഴ്ച കൂടെ സൺഡേ സ്കൂളായി കടന്നു വരുവാൻ ദൈവം അവസരം നൽകിയല്ലോ. ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കഴിഞ്ഞ ഒരാഴ്ചക്കാലം കാത്തു പരിപാലിച്ചുവല്ലോ. കർത്താവെ, ഇന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് അത് അനുഗ്രഹമാകുവാൻ, ഞങ്ങളുടെ ആത്മീയമായ ജീവിതത്തിന് അത് വർധനവിന് കാരണമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. കുഞ്ഞുങ്ങളെയൊക്കെ വീണ്ടും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഇടങ്ങളിലായി കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ ഇപ്പോൾ പിരിയുന്നു. അടുത്ത ആഴ്ച വന്ന് കാണുന്നതുവരെയും ദൈവം ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ആൾ.